മിസ് ആണ്. അപ്പൊ മക്കളെ, മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സെറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ടാണ്. പേര് പോലെ തന്നെ നമുക്കറിയാം എന്താണ് ഹോൾ നമ്പേഴ്സ്. എന്താണ് ഹോൾ നമ്പേഴ്സ്? സീറോ ഇൻക്ലൂഡ് ആയ നാച്ചുറൽ നമ്പർ ഫാമിലിനെയാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് സീറോയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്, അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ പോവും. ഈ നമ്പർ ഫാമിലിനെയാണ് നമ്മൾ ഹോൾ നമ്പർ ഫാമിലി എന്ന് പറയുന്നത്. അതായത് സീറോയിൽ തുടങ്ങി ഇൻഫിനിറ്റിയിലേക്ക് എത്ര വേണേ പോവാം. ഈ ഫാമിലിനെയാണ് ഹോൾ നമ്പർ ഫാമിലി എന്ന് പറയുന്നത്. ഇനി ഈ ഹോൾ നമ്പേഴ്സിനെ എങ്ങനെയാണ് ഒരു നമ്പർ ലൈൻ വെച്ച് ആഡ് ചെയ്യുക, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 3 കാര്യങ്ങളാണ് മിസ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ ആണ് മക്കളെ, ശ്രദ്ധിച്ചിരുന്നാൽ മതി. അഡിഷൻ ഓൺ നമ്പർ ലൈൻ. ഹോൾ നമ്പേഴ്സിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. 3 + 2 നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ആഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു കാര്യമുണ്ട്. അഡിഷൻ ആണ് എങ്കിൽ നമ്പർ ലൈനിൽ നമ്മൾ പോവേണ്ടത് റൈറ്റിലോട്ടാണ്. സബ്ട്രാക്ഷൻ ആണ് എങ്കിൽ നമ്മൾ പോവേണ്ടത് ലെഫ്റ്റിലോട്ടാണ്. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഓർത്ത് വെക്കുക, അഡിഷൻ ആണെങ്കിൽ പോവേണ്ടത് റൈറ്റിലോട്ട്, സബ്ട്രാക്ഷൻ ആണെങ്കിൽ പോവേണ്ടത് ലെഫ്റ്റിലോട്ട്. ഓർമ്മയുണ്ടാവണം, റൈറ്റ്. നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡേക്കാണ് അഡിഷൻ ആണെങ്കിൽ പോവേണ്ടത്. നമ്മൾ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വലുതാവുകയാണ്, നമ്മൾ റൈറ്റ് വേയിലാണ് അല്ലെ. ലെഫ്റ്റിലേക്ക് പോവാന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണ്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. റെഡി? ഇപ്പൊ 3 + 2 ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എവിടെ നിൽക്കണം? 3യിൽ നിൽക്കണം. 3യിലോട്ട് പോകണം. ആദ്യം നമ്മൾ 0യിലായിരിക്കും. 0യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 3യിലോട്ട് ആദ്യം പോകണം. 1, 2, 3. നമ്മൾ 3യിലെത്തി. പിന്നെ എന്താ? +2. അഡിഷൻ ആണ്. എങ്ങോട്ട് പോകണം? റൈറ്റിലോട്ട് പോകണം. +2 എന്ന് പറയുമ്പോ നമുക്ക് പോവാം, റൈറ്റിലോട്ട് പോവാം. 1, 2. നമ്മൾ എവിടെ എത്തിയേ? 5ല്. സോ ദ ആൻസർ വിൽ ബി 5. ആദ്യം എന്താ ചെയ്യേണ്ടത്? 3യിലേക്ക് പോകണം. 0യിൽ നിന്ന് നമ്മൾ ആദ്യം 3യിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? +2 എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് പോവുക. എത്ര പോകണം? 2 സ്റ്റെപ്പ് പോകണം. 1, 2. അങ്ങനെ നമ്മൾ എവിടെ എത്തി? 5ലെത്തി. വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 4 + 3. 4 + 3. ആദ്യം നമുക്ക് എങ്ങോട്ടാ പോകേണ്ടത്? 4ലോട്ട് പോയി. നമ്മൾ ആദ്യം 4ലെത്തി. ഇവിടെ നിന്ന് +3 എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് 3 പോകണം. 1, 2, 3. എവിടെ എത്തി? നമ്മള് 7ലെത്തി. ആൻസർ വിൽ ബി 7. സിമ്പിൾ അല്ലേ മുത്തേ? സിമ്പിൾ അല്ലേ? റെഡി? അടുത്ത നോക്കുക, സബ്ട്രാക്ഷൻ ഓൺ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ എങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മിസ് എന്താ പറഞ്ഞേ? ടുവേർഡ്സ് ലെഫ്റ്റ് പോകണം അല്ലെ. ലെഫ്റ്റിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. 7 - 3. സബ്ട്രാക്ട് ചെയ്യണം. 7 - 3. ആദ്യം നമ്മൾ പോകേണ്ടത് 7ലോട്ടാണ്. നമ്മൾ 7ലോട്ട് പോയി. ഇനി എന്താ ചെയ്യേണ്ടത്? -3. 7ൽ നിന്നും ലെഫ്റ്റിലോട്ട് 3 പോവണം. -3 ലെഫ്റ്റിലേക്ക് 3. നോക്കാം, ഇവിടെ നമുക്ക് 3 എണ്ണം ചാടണം. 1, 2, 3. നമ്മൾ എവിടെ എത്തി? 4ലെത്തി. സോ ദ ആൻസർ വിൽ ബി 4. ആൻസർ എത്രയായിരിക്കും? 4 ആയിരിക്കും ആൻസർ. ഒന്നുകൂടെ ചെയ്യാം, വേറൊരു എക്സാമ്പിൾ ചെയ്യാം. വേറെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ 6 - 4 ചെയ്യാം. 6 - 4. ആദ്യം നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? 6ലോട്ട് പോകണം. യെസ്, ഞാൻ ആദ്യം 6ലോട്ട് പോയി. 6ലെത്തി. ഇവിടെ നിന്ന് അടുത്ത ആരാ? -4 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകണം. എത്ര പോകണം? 4 പോകണം. ലെഫ്റ്റിലോട്ട് 4. 1, 2, 3, 4. എവിടെ എത്തി ഞാൻ? 2ല്. 2 will be the answer. റെഡി? ഈസി അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി ലാസ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഒരു എക്സാമ്പിൾ എടുക്കാം. 2 × 3. 2 × 3. ഇനി മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കാര്യമുണ്ട്.
2 into 3 എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ജമ്പാണ്. 2 പ്രാവശ്യം ചാടണം. 2 എന്ന് പറഞ്ഞാൽ ജമ്പ്. എത്ര പ്രാവശ്യം ചാടണം? 2 times ജമ്പ് ചെയ്യണം. ഓരോ ചാട്ടത്തിലും ഡിസ്റ്റൻസ്. ഓരോ ചാട്ടത്തിലും 3 വെച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യണം. എത്ര പ്രാവശ്യം ചാടണം? 2 പ്രാവശ്യം ചാടണം. ഓരോ ചാട്ടത്തിലും 3 ഡിസ്റ്റൻസ്, 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ചാടണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എവിടെയായിരിക്കും? 0-ലായിരിക്കും നിൽക്കുക. ആദ്യം നമ്മൾ 0-ലായിരിക്കും നിൽക്കുക. ഒന്നാമത്തെ ചാട്ടം ചാടാൻ വേണ്ടി പോവാണ് ഇവിടുന്ന്. ആദ്യത്തെ ചാട്ടിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം? 3 കവർ ചെയ്യണം. യെസ്, ഒന്നാമത്തെ ചാട്ടം ഫസ്റ്റ് ചാടി 3-ലെത്തി. എത്ര പ്രാവശ്യം ചാടണം? 2 പ്രാവശ്യം ചാടണം. രണ്ടാമത്തെ ചാട്ടത്തിന് ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് രണ്ടാമത് 3 വെച്ച് ചാടണം. 1 2 3. രണ്ടാമത്തെ പ്രാവശ്യം ചാടി എവിടെ എത്തി? 6-ലെത്തി. ആൻസർ വിൽ ബി 6. ആൻസർ എത്രയാണ്? 6. അത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? നമുക്ക് നോക്കാം, വേറെ ഒന്ന് നോക്കാം. വേറെ നോക്കുമ്പം ഇവിടെ 8 കൂടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. 4 into 2. 4 into 2. 4 എന്ന് പറഞ്ഞാൽ ജമ്പ്, 2 എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. അതായത് ഇതിനർത്ഥം 4 തവണ ചാടണം, 4 തവണ ജമ്പ് ചെയ്യണം. ഓരോ ജമ്പിലും 2 ഡിസ്റ്റൻസ് കവർ ചെയ്യണം. ഓക്കെ, തുടങ്ങാം. ആദ്യം നമ്മൾ 0-ലാണ് നിൽക്കുന്നത്. 0-ൽ നിൽക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്നാമത്തെ ചാട്ടം ചാടാൻ പോവാണ്. ഒരു ചാട്ടത്തിൽ 2 ഡിസ്റ്റൻസ് കവർ ചെയ്യണം. യെസ്, ഒന്നാമത്തെ ചാടി, ഒന്നാമത്തെ ചാട്ടം. രണ്ടാമത്തെ ചാട്ടം ചാടാൻ പോവാണ്. 2 ഡിസ്റ്റൻസ് കവർ ചെയ്യണം. 1 2. രണ്ടാമത്തെ ചാട്ടം. മൊത്തം 4 ചാടണേ. മൂന്നാമത്തെ ചാട്ടം, നാലാമത്തെ ചാട്ടം. എവിടെ എത്തി? നമ്മള് 8-ലെത്തി. സോ ദ ആൻസർ വിൽ ബി 8. സെറ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനം എന്ന് പറയുന്നത്. അപ്പൊ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഈസി അല്ലേടാ? ഈസി അല്ലേ? അപ്പൊ ഇതേപോലെ എന്റെ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് ചോദിക്കുക. നമുക്ക് അതിനൊക്കെ സൊല്യൂഷൻസ് ആയിട്ട് മിസ് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ എവ്രിവൺ.